അമ്മേ, എന്തിനാടി ഇവനൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നേ? അമ്മ അത് റോഷൻ 2 ബുക്ക് തരാൻ വേണ്ടി വന്നതാ. പുസ്തക വായനയൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ അതിന്റെ പേരിൽ ഒറ്റയ്ക്ക് മാറി നിന്നുള്ള ഈ സംസാരം അത് തീരെ ശരിയല്ല. നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നീ മറക്കരുത്. റോഷനുമായിട്ടുള്ള നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. മിഥുൻ മോന് സങ്കടം ഉണ്ടാക്കുന്നതൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അല്ല, മാറി നിന്ന് സംസാരിച്ചോളാൻ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, നീ ഫ്രണ്ട്ഷിപ്പ് എന്ന് കരുതിയാലും മറ്റുള്ളവരെങ്ങനെ കാണുന്നു എന്നതും പ്രധാനമാണ്. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മറക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തായാലും സംഗതി ഏറ്റിട്ടുണ്ട്. നിന്നെ തിരുത്തേണ്ടത് എന്റെ കടമയാ. ഞാനത് തിരുത്തിയിരിക്കും. അമ്മേ, മോളെ, അമ്മ വിഷമം കൊണ്ട് പറയുന്നതാ, നീ അത് കാര്യാക്കണ്ട. ചേച്ചി, റോഷനുമായി മാറി നിന്ന് സംസാരിച്ചോളാൻ എന്നോട് പറഞ്ഞത് മിഥുനേട്ടൻ തന്നെയാ. നിന്നെ ചേച്ചിക്ക് അറിയാം. നിങ്ങളുടെ കല്യാണം നടന്ന സാഹചര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ച. അതുകൊണ്ട് ഫീൽ ചെയ്യണ്ട കേട്ടോ. ഈ ലവ് ട്രാക്ക് ശില്പ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ആൻറ്റിയോടൊന്നും തുറന്ന് സംസാരിക്കാൻ അവൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റിയുടെ മനസ്സിൽ വീണ സംശയം ആളിക്കത്തിക്കോളും. അത് ഭാവിയിൽ ഗുണം ചെയ്യും. അർജുൻ, എന്നെ SP വീട്ടിൽ വിട്ടിട്ട് അർജുൻ പൊയ്ക്കോളൂ. മിക്കവാറും ഇനി വൈകുന്നേരം വരെ അവിടെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി അങ്ങ്. അല്ല, ഈ ഓണക്കാലത്ത് അർജുൻ എന്താ പരിപാടി? എന്ത് പരിപാടി? പ്രിയാണെങ്കിൽ ക്ലബിൽ ഫ്രണ്ട്സിന്റെ കൂടെ പുലി കളിക്കിറങ്ങും. ഞാനുണ്ടെങ്കിൽ പിന്നെ പുലിവേഷം കെട്ടി തള്ളാൻ അല്ല തുള്ളാൻ. അതിന് പിന്നെ വേറെ ആളെ നോക്കില്ല. ഞാനൊരു പുലിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലേ ഇത്തവണ ഓണത്തിന് ഇയാള് പുലി വേഷത്തിൽ തള്ളണ്ട. പകരം എന്റെ SP കൂടെ കോട്ടയം വരെ ഒന്ന് വരണം. ഇക്കൊല്ലത്തെ ഓണം നമ്മളെല്ലാവരും അവിടെ ആയിരിക്കും. പിന്നെ യാത്രയ്ക്ക് തന്റെ കാർ വേണ്ട, SP കാർ എടുത്താൽ മതി. ആയിക്കോട്ടെ. വേറെ എന്തോ ഒരു കാര്യം കൂടി തന്നോട് സംസാരിക്കാൻ മനസ്സിട്ട് നടക്കായിരുന്നു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അത് എന്താണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇതാണ് മനസ്സിലിട്ട് നടന്നുള്ള കുഴപ്പം. ഇനി ഓർമ്മ വരുമ്പോ കൂടുതൽ മനസ്സിലിടാതെ അപ്പൊ തന്നെ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. മനസ്സിലായോ? ആയിക്കോട്ടെ. എന്നാലും ഇവനോട് സംസാരിക്കാനിരുന്ന കാര്യം എന്തായിരുന്നു? എന്റെ ട്രാവൽ ഏജൻസിയുമായിട്ടുള്ള കോൺട്രാക്ട് റദ്ദാക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. ഹേയ്, അതല്ല. ഇനി അത് തന്നെയാണോ? ഹേയ്, ആര്യൻ സാർ ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ ആളെ കുറിച്ച് ഒരു വിവരവുമില്ല. മിക്കവാറും ഫോൺ സൈലന്റ് ആയത് അറിഞ്ഞാണില്ല. ഞാനും പലതവണ വിളിച്ചു. സൈലന്റ് ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഫോണിൽ നോക്കുമ്പോ മിസ് കോള് കാണേണ്ടതല്ലേ? അപ്പൊ തിരിച്ചു വിളിക്കില്ലേ? അത്തരം പതിവുകളൊന്നും ആര്യൻ സാറിനില്ല. മൂപ്പർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ ഫോൺ വിളിയൊക്കെ കണക്കാ. ആര്യൻ ഇവിടെ ഇല്ല അർജുൻ. ആ കിഡ്നാപ്പിംഗ് പാർട്ടി വീണ്ടും ഇറങ്ങിയതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എങ്കിൽ ഇപ്പൊ തന്നെ എസ് ഐ വിളിക്കാം.
SP കാണാനില്ലെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത അയാൾ ഒരിക്കൽ കൂടി അറിയട്ടെ. അയ്യോ വേണ്ട വേണ്ട, വെറുതെ പോലീസിനൊന്നും വിളിക്കണ്ട. ആര്യൻ സാർ ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്നത് പുതുമയൊന്നുമല്ല. പോയതുപോലെ തിരിച്ചു വന്നോളും. കഴിഞ്ഞ തവണ പോലീസ് വന്നതുപോലും ആര്യൻ സാറിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ച സത്യവതിയെ സാറ് ചവിട്ടി പുറത്താക്കും. അയ്യോ, ശ്ശെ, എടാ എന്നെ പുറത്താക്കുന്നെങ്കിൽ ആക്കിക്കോട്ടെ. എന്നാലും ആര്യൻ എവിടെയെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ചൈത്ര വിളിച്ചിട്ട് ആര്യൻ ഇവിടുന്ന് പോയത്. ഏട്ടനും അനിയത്തിയാണെങ്കിലും അവര് തമ്മിൽ വലിയ ശത്രുതയില്ല.